Hi friends, Assalamu alaikum. Welcome back to Jappus World. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ നാടൻ ഒരു കിടിലൻ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം. ഇതിനങ്ങനെ സ്പെഷ്യലായിട്ട് പേരൊന്നുമില്ല, ഒരു അടിപൊളി ഡിഷാണ്. നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തെ സംസ്കാരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഡിഷാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ജപ്പൂസ് വേൾഡ് എന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുന്നതാണ്. അപ്പോൾ അധികം ലേറ്റ് ആകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 4 ബനാനയാണ്. അത് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 7 സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങയാണ്. ഇനി നമുക്ക് ഈ ബനാനയൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ബനാന ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ പാല് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിപ്പ വെച്ച് അരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി. നമുക്ക് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയും പാലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 7 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 4 ഏലക്ക ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക ഓപ്ഷനിലാണ്. നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫ്ലേവറിനും നല്ലൊരു സ്മെല്ലിനും വേണ്ടിയാണ്. അടുത്തത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാരയൊക്കെ ഇതിൽ നല്ല അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല തിളച്ച് റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ റെസിപ്പിക്ക് കിട്ടുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ റെസിപ്പിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി കിടുക്കാച്ചി റെസിപ്പിയും നമ്മുടെ സിമ്പിൾ ഒരു നാടൻ ഡിഷായിട്ടുള്ള 4 മണി പലഹാരവും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ല ഒരു സ്മെല്ലും നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അടുത്ത ഒരു കിടിലൻ റെസിപ്പിയായി കാണും വരെ ബൈ.